അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകൾ റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന വളരെ ഉപകാരപ്രദമായ ഒരു പ്രോഗ്രാമാണല്ലോ ജനക്ഷേമം. ഇന്നത്തെ നമ്മുടെ ജനക്ഷേമം എപ്പിസോഡിൽ തികച്ചും വളരെ താല്പര്യജനകമായിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയും എന്നാൽ നമ്മുടെയൊക്കെ ജീവിതഗന്ധിയായിട്ടുള്ള അല്ലെങ്കിൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നൊരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണെന്നുള്ളത്. നമ്മുടെ കൂടെയുള്ളത് ജനക്ഷേമം പരിപാടിയിൽ ഇവിടെ നമ്മുടെ കൂടെ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ബഹുമാന്യനായ മുബഷിർ സാറാണ്. അദ്ദേഹം മത്സ്യം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസിക സുഖം അനുഭവിക്കുന്ന ജോലി എന്ന് പറയുമ്പോൾ അത് കൃഷിയാണ്. കൃഷിയിൽ തന്നെ ഏറ്റവും സമാധാനമുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒന്ന് മത്സ്യകൃഷി എന്ന് പറയുന്നത്. മത്സ്യകൃഷിയിൽ തന്നെ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒന്നാം നമ്പർ അല്ലെങ്കിൽ നമ്പർ 1 ആയിട്ടുള്ളത് അലങ്കാര മത്സ്യകൃഷിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീട്ടിലെ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വളർത്തുന്ന മത്സ്യ കൃഷി രീതി എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളിലേക്ക് ജനക്ഷേമം എത്തിയിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായി നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഈ രംഗത്ത് ഏറെ വിദഗ്ധനായിട്ടുള്ള, ഈ മേഖലയിൽ പ്രായോഗികമായ കൃഷി രീതികളുടെ വിവിധ വശങ്ങളെ ജീവിതത്തിൽ നടപ്പിലാക്കി വിജയിച്ചിട്ടുള്ള മുബഷിർ സാറെ ഹൃദ്യമായി നമുക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞ പോലെ ആളുകൾക്ക് ഓരോന്നിലും ഓരോ ക്രൈസ് ആയിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ മുബഷിർ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആ ഒരു ക്രൈസുള്ള മേഖല തന്നെ തിരഞ്ഞെടുത്ത് സക്സസ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നേരത്തെ നമ്മുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായൊരു കാര്യം, കുറച്ചുകൂടി വാസ്റ്റായിട്ടുള്ള വിശാലമായൊരു ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമുക്ക് ഈ ഒരു ജനക്ഷേമത്തിൻ്റെ ആദ്യ എപ്പിസോഡ് നമുക്ക് വീട്ടിൽ വളർത്തുന്ന ഭക്ഷ്യമത്സ്യ കൃഷി, അതുമായി ബന്ധപ്പെട്ടുള്ള ചില ചർച്ചകളിലേക്ക് പോകാൻ തോന്നുന്നു. ചില വീടുകളിലൊക്കെ പല സ്ഥലങ്ങളിൽ വളർത്തുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും. ശരിക്കും അതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ വളർത്താൻ പറ്റും, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് സാധ്യമാകും, താല്പര്യമുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. പക്ഷെ അതിൻ്റെ മുന്നേ സാറ് ഒന്ന് പരിചയപ്പെടുത്തിയതാണോ? ഞാൻ അരീക്കോട് മുക്കം റോഡിൽ തന്നെ എൻ്റെ സ്ഥാപനമുണ്ട്, സീബാസ്. അത് ഇപ്പോൾ ഫൈനൽ റെഡി ടു ഓപ്പൺ ആണ്. തമിഴ്നാട്ടിലും ഇതുപോലെ ഒരു ഫിഷിൻ്റെ റെസ്റ്റോറൻറ്റിലാണ് നടത്തുന്നുണ്ട്. ഫിഷ് ഫാം ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ഒരു 3 ഏക്കർ സ്ഥലത്ത് വരാൽ കൃഷി മാത്രമായിട്ട് ചെയ്യുന്നുണ്ട്. 35,000 വരാൽ. പിന്നെ നമുക്ക് ചെറുപ്പത്തിലെ ഇതൊരു ക്രൈസാണ് ഫിഷ്. ഇപ്പോൾ സൗദിയിലായാലും ഞാൻ അഡ്മിനിസ്ട്രേഷനും ഹ്യൂമൻ റിസോഴ്സസൊക്കെ ആയിരുന്നു. എന്നാലും നമ്മൾ സൗദിയിലായപ്പോൾ നമ്മൾ മീൻ വളർത്തലും മീൻ പിടിക്കലൊക്കെ വേറെ വീക്ക്നെസ്. അപ്പോൾ തിരിച്ചു വന്ന സമയത്ത് 2018 വന്നപ്പോൾ നമുക്ക് പാഷനായിട്ടുള്ള ഫീൽഡിലേക്ക് വരാൻ വിചാരിച്ചിട്ട് തന്നെ തിരിച്ചു വന്നതും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡ് തന്നെ ബിസിനസ് കുറച്ചുകൂടെ തമിഴ്നാട്ടിലും ഒരു ചെറുതായിട്ടൊരു ഫിഷ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് ലൈവായിട്ട് പിടിച്ച് കുക്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടി. ശരി. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഒരു മിനിയേച്ചർ രൂപ ഇവിടെയും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സൗദി സ്റ്റൈൽ ഫിഷ്, ക്വാളിറ്റി ഫിഷ്. ഇതിപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ നമുക്ക് കിട്ടുന്ന മത്സ്യങ്ങൾ വിഷങ്ങളാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പം നമ്മൾ പകുതിയിലേറെ ഫിഷും നമുക്ക് കിട്ടുന്ന വിഷങ്ങളാണ്. കാരണം നമുക്ക് മലയാളികൾക്കൊരു മിഥ്യാധാരണ കടൽ മത്സ്യങ്ങളെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു തോന്നല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ബംഗാളിൽ നിന്നുള്ള മീൻ ഇവിടെ എത്തും. ഗുജറാത്തിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഉള്ള മീൻ ഇവിടെ എത്തും. ഇവിടെ അല്ലേ നല്ല വളർത്തു മത്സ്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി പോകുന്നു. അപ്പോൾ നമുക്കൊരു ശരിക്കും നല്ല മത്സ്യം കഴിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. അതിനൊരു കാരണം കൂടി ഉണ്ട്. കുറച്ച് മുമ്പൊക്കെ നമ്മളെ നാട്ടിലെ കൃഷിസ്ഥലങ്ങളിൽ ഈ പാറമടയിലൊക്കെ മത്സ്യകൃഷി ചെയ്തിട്ട് ചിക്കൻ വേസ്റ്റൊക്കെ കൊടുത്ത് വളർത്തിയിരുന്നു. അപ്പോൾ ആ മീൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ ടേസ്റ്റ് അറിയില്ല. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ധരിച്ചു പോയി ഇതാണ് മീൻ എന്നുള്ളത് ധരിച്ചു പോയി. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് മീൻ വളർത്തി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റിലെ മീൻ, എല്ലാ മീനും നിങ്ങൾ അയക്കോറയുണ്ട്, ആവോലിയുണ്ട്, ഇങ്ങനത്തെ എല്ലാ മീൻ കഴിച്ചു കഴിഞ്ഞാലും ഇപ്പോൾ വീടുകളിലൊക്കെ വളർത്തുന്ന ഒരു അക്വാപോണിക് സിസ്റ്റം ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് ആ സിസ്റ്റത്തിൽ കഴിക്കുന്ന മീൻ നിങ്ങൾ തിലാപ്പിയാണെങ്കിലും ആ സിസ്റ്റത്തിനാണ്. ഓരോ ഫിഷും അത് ജീവിക്കുന്ന സാഹചര്യം, അത് വളരുന്ന സാഹചര്യങ്ങളാണ് അതിൻ്റെ രുചി നിർണ്ണയിക്കുന്നത്. യെസ്. അപ്പോൾ അക്വാപോണിക് സിസ്റ്റത്തിലൂടെ വളർത്തിയ തിലാപ്പിയെ കഴിച്ച ഒരാൾ, എൻ്റെ അഭിപ്രായത്തിലും ഞാൻ പരിചയപ്പെട്ട കഴിച്ച ആളുകളും പറയുന്നത് മടുക്കൂല കഴിച്ചാൽ.
ശരി. നിങ്ങൾ എത്ര ഐക്കുറ കഴിച്ചാലും വേണ്ടില്ല, ആവോലി കഴിച്ചാലും ഫിഷ് മീൻ മടുക്കും. ഒന്നെന്നെ കഴിച്ച്. പക്ഷേ ഈ മീൻ മടുക്കൂല നിങ്ങൾക്ക്. പിന്നെ ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളും കുറവാണ്. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ, ധൈര്യമായിട്ട് കഴിക്കാം. അത് അല്ല, ഇന്നിപ്പോൾ നമ്മൾ കടൽ മത്സ്യം കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ നിർബന്ധിതനായി എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേന്ന് പറഞ്ഞിട്ട് വാങ്ങുകയാണ്. തീർച്ചയായിട്ടും ഒരു ടേസ്റ്റും ഇല്ല. കടൽ തീർച്ചയായിട്ടും മത്സ്യത്തിന്റെ ടേസ്റ്റൊക്കെ പണ്ടുള്ളതൊക്കെ പോയി. ഇഫ് നമ്മൾ ഞങ്ങൾ വീട്ടിൽ അക്വാപോണിക്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളൊരു 80% ഞങ്ങൾ സ്വന്തം മീനാണ് കഴിച്ചിരുന്നത്. കഴിക്കുക ആ 10% നല്ല മീൻ കിട്ടുന്ന ഇവിടെ ലോക്കൽ കയറുന്ന സമയത്ത് മാത്രമേ കടൽ മീൻ നമ്മൾ കഴിച്ചിട്ടുള്ളായിരുന്നു. ഇപ്പം നിങ്ങൾ കഴിച്ച മിനിയാന്നൊക്കെ വാങ്ങിച്ച് കഴിച്ച മീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നെ അറിയില്ല. മീനാണ് കണ്ടാൽ അത് ഒരു ടേസ്റ്റും ഇല്ലാത്ത മീൻ. അപ്പോൾ ഫിഷിനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ സ്വന്തമായിട്ട് ഒരു മീൻ കുളം ഉണ്ടാക്കിയ ഭയങ്കര ലാഭമാണ്. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന എൻ്റെ കൂടെ സൗദിയിൽ ഉണ്ടായിരുന്ന ആൾ ഇപ്പോൾ അയാൾ വീട്ടിലൊരു ടാങ്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് അത് ഭയങ്കര ഫുൾ ഹാപ്പിയാണ് ആൾ. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ വീട്ടിലൊരു മീൻ കുളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് രാവിലെ തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് ഫുള്ള് ഫ്രീ ആയി. അത്ര സമാധാനം ഫുള്ള് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഹൈ റിസ്ക് ജോബ് എൻജിനീയറിങ്ങോ ഡോക്ടറോ ഒക്കെ നമ്മൾ ബിസി ലൈഫിൽ നമുക്ക് റിലീസ് ചെയ്യാൻ നമ്മളെ വീട്ടിൽ കുറച്ച് മീനുണ്ട്, അതിലേക്ക് കുറച്ച് തീറ്റ ഇട്ട് കൊടുത്തിട്ട് അതിനെങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വളർത്തിയവരെ കാണണം. എങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് നമ്മളെ വീടുകൾ പല നല്ല പ്ലേസ് ചുറ്റുപാടൊക്കെ ഉള്ള ആളുകളുണ്ടാവും, പരിമിതമായ പിന്നെ ടൗണിൽ താമസിക്കുന്നവർ, മറ്റു പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവരുണ്ടാവും. ഏതൊക്കെ രൂപത്തിൽ നമുക്ക് ഈ ഒരു മത്സ്യകൃഷിയിലേക്ക് പ്രവേശിക്കാം, എന്തൊക്കെ അതിൽ വേണം? നമുക്കിപ്പോൾ ഇതിൽ പറയാൻ പറ്റിയ ഏറ്റവും നമുക്കിപ്പോൾ വീട്ടിൽ എങ്ങനെ കൃഷി അതെ, കൊമേഴ്സിലേക്കൊന്നും പോകില്ല. വീട്ടിൽ നമ്മൾ ഇപ്പം ടൗണിലാണെങ്കിലും ഈവൺ ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ ഒരു 1000 ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അതുവരെ നമുക്ക് അത്യാവശ്യം നമുക്ക് വീക്കിലി 1 ദിവസം 2 ദിവസം നമ്മളെ മീൻ വീക്കിലി 2 ദിവസമെങ്കിലും നമ്മൾ ഓൺ ഫിഷ് കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ആധുനിക മെത്തേഡുകളുണ്ട്. സ്ഥലമുണ്ട്, നമുക്ക് കൂടുതൽ സ്ഥലമുണ്ട്, ഒരു നാച്ചുറൽ പോണ്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വളർത്താം. അത് സിമ്പിൾ മെത്തേഡാണ്. പിന്നെ നമ്മൾ സ്ഥലം കുറയുന്നതിനനുസരിച്ച് നമ്മൾ ടെറസിലോ അല്ലെങ്കിൽ ബാൽക്കണിയിലോ എല്ലായിടത്തും വെച്ച് വളർത്താൻ പറ്റും. അതിൽ ഈ മത്സ്യകൃഷി ചെയ്യുമ്പോൾ തന്നെ ഹൈ ഡെൻസിറ്റി കൂട്ടുവാനും വേണ്ടിയിട്ട് ചെയ്യുന്ന സിസ്റ്റങ്ങളുണ്ട്. നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യാണ്. അതിലൊരു സിസ്റ്റമാണ് അക്വാപോണിക്സ്. അക്വാപോണിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പച്ചക്കറിയും കൂടിയും കിട്ടുന്നില്ല, അതിൻ്റെ ഒരു പ്രത്യേകത. ഫിഷിൻ്റെ വേസ്റ്റ് വെള്ളം നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ബെഡ് പോലെ ഉണ്ടാക്കും. ആ ബെഡിൽ നമ്മൾ മെറ്റലിട്ടിട്ട്, മെറ്റലാണ് ഉപയോഗിക്കുക, മണ്ണില്ല, ആ മെറ്റലിൽ ആണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. എല്ലാ കൃഷിയും നല്ല സൂപ്പറായിട്ടുണ്ടാവും. ഒരു മരുന്ന് ഉപയോഗിക്കാൻ പറ്റില്ല. മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മീൻ ചത്തുപോകും. അതുകൊണ്ട് തന്നെ പ്യുവറായിട്ടുള്ള വെജിറ്റബിളും പ്യുവറായിട്ടുള്ള ഫിഷും നമുക്ക് കിട്ടാൻ പറ്റുന്നൊരു മെത്തേഡാണ് അക്വാപോണിക്സ്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ടേസ്റ്റുമാണ് ഈ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ വളർത്തുന്ന ഫിഷിന്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിപ്പം നമ്മൾ കേരളക്കാർക്കില്ലാതെ കരിമീൻ നമ്മുടെ മനസ്സിൽ ഓൾറെഡി സെറ്റാണ്. കരിമീനൊന്നും തിലാപ്പിൻ്റെ അടുത്ത് പോലും എത്തൂല ടേസ്റ്റ് വൈസ് അക്വാപോണിക്സിൻ്റെ. അത്രയും ടേസ്റ്റായി സാധനം. അപ്പം നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലെ മോട്ടർ വെച്ചിട്ട് പമ്പ് ചെയ്തിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ചെറിയ വാട്സിൻ്റെ പമ്പ് വെച്ചിട്ട് കണ്ടിന്യൂസ് ഈ മെറ്റലിലേക്ക് വെള്ളം പമ്പ് ചെയ്യും. ഈ മീനിൻ്റെ ഇതിൽ വന്ന നൈട്രേറ്റ്സ് ചെടികൾ വലിച്ചെടുത്ത് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് നടക്കും. എന്നിട്ട് തിരിച്ച് ഫിൽട്ടർ ചെയ്തിട്ട് ഈ വെള്ളം ഇതിലേക്ക് നടക്കും. നമ്മൾ ഫിഷ് ടാങ്കിൽ ഒരു തുള്ളി ചെളിയോ വേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല. ഫിഷ് എപ്പോഴും ഗുഡ് കണ്ടീഷൻ ഇതിലായിരുന്നു ജീവിക്കുന്നത്. അതുപോലെ പച്ചക്കറിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം ഈ ഫിഷിൻ്റെ വേസ്റ്റിലുണ്ട്. നമ്മൾ ഫിഷിന് തീറ്റ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്, അടുത്ത പണി പറഞ്ഞാൽ കീടങ്ങൾ വരും ചെടിയിൽ. അത് നമ്മൾ നാച്ചുറലായിട്ടുള്ള പുകയില കഷായം പോലെയുള്ള സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാനേ പറ്റും. അടിച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഫ്രണ്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, 2 തക്കാളി ചെടി ഇതിൽ വെച്ചിട്ട് തന്നെ 2 മാസം ഇതിനുള്ള വീട്ടിൽ തക്കാളി പുറത്തുനിന്ന് വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. അത്രയും ഉണ്ടാവും സാധനം. ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവും കൃഷിയിൽ അക്വാപോണിക്സ് സിസ്റ്റത്തിൽ. അപ്പം ഈ ഒരു മെത്തേഡാണ് സ്ഥലം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡ്. അതിലിപ്പോൾ നമുക്കൊരു പമ്പ് വേണം, ഒരു 1000 ലിറ്റർ ടാങ്ക് വേണം, ഒരു ബെഡ് സെറ്റ് ചെയ്യണം നമ്മളൊരു സ്ക്വയർ ആയിട്ട്. അതിലൊരു 1 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ അല്ലെങ്കിൽ ഒരു 3/4 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ സെറ്റ് ചെയ്തിട്ട് അതിലാണ് നമ്മൾ ചെടി വെക്കുന്നത്. എല്ലാ ചെടികളും വെക്കാം. ഈവൺ വാഴ വരെ കുറച്ച് ഉഷാറായിട്ടുണ്ടാവും, കർമൂസ ഉണ്ടാവും. ലീഫി വെജിറ്റബിൾസിനാണ് ഇത് ഏറ്റവും ഉത്തമമായിട്ട്. ഈ ലീഫി വെജിറ്റബിൾസ് ഒക്കെ നല്ല ഉഷാറായി. മത്സ്യത്തിന്റെ വിത്ത് അല്ലെങ്കിൽ അത് മത്സ്യം എവിടെ നിന്നാണ് നമ്മൾ വാങ്ങുക, എങ്ങനെ കിട്ടുക?
മത്സ്യത്തിൻ്റെ വിത്തുകളിൽ ഇപ്പം നമ്മൾ വളർത്തുന്ന മത്സ്യങ്ങളിൽ വ്യത്യസ്ത മത്സ്യങ്ങളുണ്ട്. ഇപ്പം ആസാം വാളയുണ്ട്, തിലാപ്പിയ, ഗിഫ്റ്റ് തിലാപ്പിയ. ഹൈ ഇത് ഗിഫ്റ്റ് തിലാപ്പിയ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ എന്നാണ്. അത് മെയിലാക്കി മാറ്റും, അത് മാക്സിമം സൈസ് വരാൻ ഒരു കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാക്സിമം ഗ്രോത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത് ഗിഫ്റ്റ് തിലാപ്പിയ. അതാണ് ഗിഫ്റ്റ് തിലാപ്പിയ. ഇതാണ് കോമൺലി നമ്മൾ കൾച്ചറിന് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ. പിന്നെ നമ്മൾ തിലാപ്പിയ ഇങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതും വളർത്താൻ പറ്റും, പക്ഷേ ഇത് കുറച്ച് ഗ്രോത്ത് കൂടും. ഇത് നമ്മൾ ക്വാളിറ്റിയിലെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാൻ RGCA, രാജീവ് ഗാന്ധി അക്വ കൾച്ചർ, രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ അക്വ കൾച്ചർ, അവിടെയാണ് കൊച്ചിയിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിലെ സീഡ് കിട്ടും. അത് ഗിഫ്റ്റ് തിലാപ്പിയ. പിന്നെ നമുക്ക് ഹാച്ചറി പോലുള്ള ലീഡിങ് ഹാച്ചറീസും ഉണ്ട്. ആ കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ചെയ്യും. ഇപ്പം നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ അരീക്കോട് ITയിൽ ഒരു അക്വാപോണിക്സ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടീച്ചേഴ്സ് തന്നെ വന്നിട്ട് അവർ കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്തു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ വീട്ടിലും നമ്മളെ സ്കൂളുകളിലൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കണം. ശരിക്കും നമ്മളിവിടെ ഗ്രീൻ വാലി സ്കൂളിൽ അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യുന്നത് ഗ്രീൻ വാലിയും കൂടിയാണ്. ഇത് കുട്ടികൾക്കൊരു സയൻറ്റിഫിക്കലി നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് എന്താന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റിയതാണ് ഈ സിസ്റ്റം നമ്മൾക്ക്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ചെറിയ സ്ഥലത്ത് വളരെ നല്ല വൃത്തിയിൽ ഇത് കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷൻ ആയിരിക്കും. ഇപ്പം പുളിക്കൽ സ്കൂളിൽ നിന്ന് മാഷ് സാധനങ്ങളെല്ലാം LP സ്കൂളിലെ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. മാഷ് പറഞ്ഞു ഞാൻ തന്നെ പൈസ തരുന്നു, എൻ്റെ ആഗ്രഹമാണ് കുട്ടികൾക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മോട്ടർ ഞാൻ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ട്. സാറ്റർഡേ സൺഡേ ഒഴിവാണ്, അന്ന് തന്നെ ഒന്ന് പണിയെടുത്ത് തരണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നേ, ഇതിപ്പോ ഇതിന്റെ ഒരു എത്ര മത്സ്യത്തെ ഒരു 1000 ലിറ്റർ ഇതിൽ എത്ര? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യന്. നമുക്കിപ്പം ഒരു 1000 ലിറ്റർ വെള്ളത്തിൽ ഒരു സിസ്റ്റം ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് മീനിടുകയാണ് ഒരു 1000 ലിറ്റർ ടാങ്കിൽ എക്സാമ്പിൾ. അതിൽ നമുക്ക് ആകെ 8-10 മീനെ വളർത്താൻ പറ്റുള്ളൂ. ആ സിസ്റ്റത്തെ നമ്മൾ ആർട്ടിഫിഷ്യലി നമ്മൾ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാണ്. അതിൽ നമ്മൾ എണ്ണം കൂട്ടാനും വേണ്ടിയിട്ടാണ് ഈ അക്വാപോണിക് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നു, വെള്ളം റീസർക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത് വെള്ളം ക്ലിയർ ആവുന്നതിനനുസരിച്ച് നമുക്ക് 1000 ലിറ്ററിൽ 80, 90, 100 ഫിഷ് വരെ കൊണ്ടുപോകാൻ പറ്റും. 8 മീനുള്ള സ്ഥലത്ത് നമ്മൾ 100 വരെ കൊണ്ടുപോകാൻ പറ്റും. 100 കൊണ്ടുപോകുമ്പോൾ നമ്മൾ അത്രയും എക്സ്പേർട്ടായി മാറണം. ഒരു നോർമൽ കണ്ടീഷനിൽ ഒരു വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളൊരു 1000 ലിറ്ററിൽ 40 ഫിഷിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസത്തിൽ 6 മാസത്തിനുള്ളിൽ നമ്മളെ ഫിഷ് ഒരു 300 ഗ്രാം ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റും. 300 ഗ്രാമാണ് ഏറ്റവും ടേസ്റ്റായിട്ട്. 300-400 ഗ്രാമിൽ ഫിഷാണ് ഏറ്റവും ടേസ്റ്റും ഗ്രില്ല് ചെയ്യാനും പൊള്ളിക്കാനും ഒക്കെ ബെസ്റ്റ്. ശരിക്കും ഇതിന്റെ ഞാൻ ജസ്റ്റ് ചോദിക്കാം, വിപണനം നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, പുറത്ത് നമ്മളത് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് എങ്ങനെ വരുന്നുണ്ടോ? അക്വാപോണിക് സിസ്റ്റത്തിൽ വളർത്തിയ കിലോക്ക് 350 റുപ്യാണ്. ആണോ? 350 റുപ്യക്ക് നഷ്ടമല്ല, ലാഭം. ഇപ്പം നമ്മൾ ഇവിടെയൊക്കെ അക്വാപോണിക്സിൽ ആരെയും വളർത്തുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് വാങ്ങുന്ന ആൾക്കാർ റെഗുലറായിട്ട് വാങ്ങിക്കൊണ്ടേക്കും. അത് ആ ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ മെയിൻ ഘടകം. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ ഓൾറെഡി സിസ്റ്റം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു തുടക്കക്കാരെന്നുള്ള അർത്ഥത്തിൽ അവർക്ക് എങ്ങനെ ഈ ഒരു സംരംഭം തുടങ്ങും? വീട്ടിൽ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള തന്നെയാണ്, പക്ഷെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ടാവുമല്ലോ, വിവിധ രൂപം. നമ്മളിപ്പം കുറച്ചൊക്കെ സ്പേസിൽ നോർമൽ നമ്മളെ കേസിൽ കുറച്ചൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, ഒരു 6 സെൻറ്റ് 8-10 സെൻറ്റൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു 5000 ലിറ്റർ ടാങ്ക്, 5000 to 10000 ലിറ്റർ ടാങ്ക് സെറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ചിലവ് കുറച്ചിട്ട് ഓപ്പൺ ടാങ്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ ഷീറ്റ് ഇട്ടിട്ടാണ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യാൻ പറ്റുക. HTP ഷീറ്റ് 500 മൈക്രോണിൻ്റെ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടാങ്ക് സെറ്റ് ചെയ്യുക. ഒരു 5 to 10000 ലിറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഒരു ബെഡ് സെറ്റ് ചെയ്യണം. ബെഡ് നമ്മൾ ജസ്റ്റ് ബ്ലോക്സ് എടുത്തിട്ട് വെച്ചിട്ട് അതിലൊരു ഷീറ്റ് ഇട്ടാണ്ട് അതും ഇതുപോലെ തന്നെ നമ്മൾ മെറ്റൽ നിറക്കണം. അക്വാപോണിക് സിസ്റ്റമാണ് പറയുന്നത്. അതാണ് നമുക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത്. അപ്പോൾ എന്നിട്ട് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ അതിലേക്ക് ഒരു നമ്മൾ പറഞ്ഞ 1000 ബെഡ് സെറ്റ് ചെയ്യണം ഉദ്ദേശിക്കുമ്പോൾ അതിൻ്റെ ബെഡ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഫീറ്റ് ഹൈറ്റിൽ മെറ്റൽ നിൽക്കണത്. മിനിമം 3/4 ഫീറ്റെങ്കിലും വേണം. 3/4 ഫീറ്റ് ഹൈറ്റ് ടു 1 ഫീറ്റ് ഹൈറ്റിൽ എന്ത് ചെയ്യുക, മെറ്റൽ ചെറിയ ബേബി മെറ്റൽസ് മാത്രം ഇട്ട് ഫുള്ള് നിറക്കുക. അതൊരു ഒരു സൈഫണിങ് മെത്തേഡ് ഉണ്ട്. ഈ വെള്ളം ഇതിലേക്ക് വന്നിട്ട് ആ വെള്ളം ഡ്രെയിനായി കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് ഒരു സിസ്റ്റം വർക്ക് ചെയ്യണം അവിടെ. അപ്പോഴേ ഈ നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് കറക്റ്റ് ആവുക. അല്ലെങ്കിൽ ചെടികൾ ചീഞ്ഞു പോകും വെള്ളത്തിൽ മാത്രം നിൽക്കുമ്പോൾ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മോട്ടർ വെച്ച് നമ്മൾ ഇതിലേക്ക് ബെഡിലേക്ക് പമ്പ് ചെയ്യുന്ന വെള്ളം
സൈഫണിങ് മെത്തേഡ് വഴി ഈ വെള്ളം നിറഞ്ഞ് ഈ നമ്മൾ ബെഡില്ലേ, ബെഡ് നിറഞ്ഞു വരും. ബെഡ് നിറഞ്ഞു വരുമ്പോൾ ഈ സൈഫണിങ് മെത്തേഡ് വഴി വെള്ളം ഡ്രെയിനായിട്ട് ഫുള്ളി ടാങ്കിലേക്കാണ് പോകും. അത് പോയി വറ്റി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ടായി പോകും, ഓട്ടോമാറ്റിക് കട്ടാവും. അതൊരു സിസ്റ്റമാണ്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട സിസ്റ്റമാണ് സൈഫണിങ് മെത്തേഡ്. ഗൂഗിളിലും യൂട്യൂബിലൊക്കെ അടിച്ചാൽ കിട്ടും അതിൻ്റെ എങ്ങനെ ഉണ്ടാക്കാം. അത് ബെൻഡ് സൈഫൺ എന്ന് പറഞ്ഞിട്ടും ബെൽ സൈഫൺ എന്ന് പറഞ്ഞ 2 മെത്തേഡ് ഉണ്ട്. അങ്ങനെ ഈ വെള്ളം ബെഡിൽ നിറയണം പോകണം, അതൊരു കണ്ടിന്യൂസ് മെത്തേഡായിട്ട് നടന്നു. അതിന് മോട്ടോർ വെക്കുന്ന മോട്ടർ വെള്ളത്തിൽ പമ്പ് ചെയ്യും. ഇത് എയറിൻ്റെ പ്രഷർ വഴി വെറുതെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതാണ് സംഭവം. അത് ആ മെത്തേഡ് വഴി ചെയ്താൽ കൃഷി കറക്റ്റായിട്ട് നൈട്രിഫിക്കേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റത്തിലൂടെ വേസ്റ്റും കൊണ്ട് പോരും, ഇതിലെ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് തിരിച്ച് ഇതിലേക്ക് പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിരുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 5000 ലിറ്ററിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ തന്നെ ഒരു 150-200 ഫിഷ് നമ്മൾ വളർത്തിയാൽ ഒരു 4 ആൾ 5 ആളുള്ള ഫാമിലിക്ക് 2 മീൻ തന്നെ മതിയമ്പാടും. ഇഷ്ടം പോലെ 2 മീൻ കൊല്ലത്ത് 100 ദിവസം നമുക്ക് നമ്മളെ സ്വന്തം മീൻ കഴിക്കാൻ. നിങ്ങൾ ഫിഷ് വാങ്ങുന്ന കണക്ക് കൂട്ടിയാൽ ഈ 100 ദിവസം നിങ്ങൾ ഫിഷ് വാങ്ങുന്ന ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ മുടക്കിയ പൈസക്ക് ലാഭത്തിലാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ആൾക്കാർ മനസ്സിലാക്കാതെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫോർമാലിനൊന്നും ഇല്ലാണ്ട് നല്ല മീനും കിട്ടും. അതുതന്നെ മീൻ തന്നെ നമുക്ക് 2-3 വെറൈറ്റി വളർത്താം, ഒന്നിച്ച് വളർത്താം. ആ വെറൈറ്റി കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റിയും കഴിക്കാം. ഏറ്റവും ബെസ്റ്റ് തിലാപ്പിയാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ അതിലേക്ക് അനാബസ് ഉണ്ട്, നെട്ടർ ഉണ്ട്, പിന്നെ വാളയുണ്ട്. ഇതെല്ലാം വളർത്താൻ പറ്റും. കരിമീൻ വളർത്താം. കരിമീൻ ഈ സിസ്റ്റത്തിലൂടെ വളർത്തുകയാണെങ്കിൽ കരിമീനും നല്ല ഗ്രോത്താണ്. കരിമീൻ 7 മാസത്തിലൊക്കെ 200 മുതൽ 500 ഗ്രാമായ ആളുകൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ വളർത്തിയെടുക്കുന്ന ആളുകൾ ഉഷാറായിട്ട് വളരും. അത് കരിമീൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ടോ? അതോ നിങ്ങൾ വാങ്ങുന്നത് എപ്പോഴായാലും അക്വാപോണിക് സിസ്റ്റത്തിലൂടെ ഏത് മീൻ വളർത്തി കഴിഞ്ഞാലും അത് അടിപൊളി ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ടേസ്റ്റ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ടേസ്റ്റ്. നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ കോറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കോഴി വേസ്റ്റ് ഇട്ടിട്ട് വളർത്തി കഴിക്കുന്ന മീൻ, അങ്ങനത്തെ മീൻ കഴിക്കുമ്പോൾ എന്താണ് ആ വളർത്തു മീനൊന്നും ഒരു ടേസ്റ്റില്ല, വെറുതെയാണ്, അത് വേസ്റ്റാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. പക്ഷെ ഇതിനെക്കുറിച്ച് അധികം പരിചിതമായി വരുന്നില്ല, ആൾക്കാർക്ക് അറിയില്ല. നിങ്ങളിപ്പം ജപ്പാനിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ വികസിത രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അക്വാപോണിക് സിസ്റ്റം വഴി അവർ ഓഫീസുകളിലൊക്കെ ഈ ലീഫി വെജിറ്റബിൾസൊക്കെ അക്വാപോണിക്സ് സിസ്റ്റത്തിലും ഹൈഡ്രോപോണിക് സിസ്റ്റത്തിലൂടെ വളർത്തിയിരിക്കുകയാണ്. എങ്ങനെ ഞാൻ വേറെ എവിടെ വായിച്ചു ഓർമ്മയുണ്ട്, മറ്റേ അതൊന്നും പറഞ്ഞു കേട്ടോ എന്നറിയില്ല. ജപ്പാനിൽ ഡ്രൈനേജിൽ വരെ ഈ മീനിനെ വളർത്താൻ പറ്റും. ഡ്രൈനേജിലെല്ലാം വളർത്താൻ പറ്റും. മീൻ വെള്ളം ഫിൽറ്റർ ചെയ്ത് പോയാൽ പിന്നെ ആ ഡ്രെയിൻ വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം, മീൻ വളർത്താം. അപ്പോൾ പിന്നെ ഈ ഒരു വീട്ടിൽ വളർത്തുന്ന ഇതിനെ നമുക്ക് പിന്നെ വ്യത്യസ്ത വിത്തുകളെ കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ കിട്ടുന്ന നമ്മളെ ഈ ഒരു പിന്നെ ടൗണുകളിൽ ബാക്കിയുള്ള എവിടെയൊന്നും കുട്ടികളെ എല്ലായിടത്തും കിട്ടുന്നത്. ഇപ്പം കച്ചവടം നടത്തുന്ന എൻ്റെ വീട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ, ഇഷ്ടംപോലെ കിട്ടും. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ക്വാളിറ്റി ഒന്ന് മെയിൻ, സൈസിലെ യൂണിഫോമിറ്റി ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റിയുള്ള വിത്തുകൾ. ഇപ്പം ചില ആളുകൾ എന്ത് ചെയ്യും, പാടത്ത് ഇപ്പോൾ ഈ പാറമടയിലൊക്കെ വളർത്തുന്നവരുണ്ടാവില്ലേ, പാറക്കുഴിയിലൊക്കെ, അതിൽ കുഞ്ഞുങ്ങൾ ഈ അക്വേറിയം കടകളിലൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് കുറച്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ കുഞ്ഞുങ്ങളെ വാരി കൊണ്ടുവന്നിട്ട് വെക്കും. അപ്പോൾ ജനങ്ങളെന്ത് ചെയ്യും, ആൾക്കാർ അത് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് വളർത്തും. അത് വളർത്തുമ്പോൾ എന്താ സൈസ് വരില്ല, ഒരു 100 ഗ്രാം 150 ഗ്രാം. മറ്റേത് പറഞ്ഞാൽ 300 ഒരു 3.5 കിലോ 4 കിലോ വരെ ഈ സാധനം വളരും. അപ്പോൾ കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഇപ്പോൾ വളർത്തുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫീഡിങ് എങ്ങനെയാണ്, തീറ്റ കൊടുക്കൽ എങ്ങനെയാണ്, അതിൻ്റെ അളവ് കൂടാൻ പാടുണ്ടോ, കുറയാൻ പാടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? മത്സ്യങ്ങൾ ഇപ്പോൾ തിലാപ്പിയൻ്റെ കേസിലാണെങ്കിൽ തിലാപ്പിയ 2 നേരം ഫിഷ് ഫുഡ് തന്നെ കൊടുക്കുക. ഫിഷ് ഫുഡ് കൊടുക്കുമ്പോഴേ കമ്പനി തീറ്റകൾ അത് കൊടുക്കുമ്പോഴേ കറക്റ്റ് അതിൻ്റെ കോമ്പിനേഷൻസ്, അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് ടേസ്റ്റ്, ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരില്ലത്. അതോടൊപ്പം നമ്മൾ ഈ ഇലകൾ നല്ല കൊടുക്കുക. ഇപ്പം നമ്മളെ പപ്പായൻ്റെ ഇല, കപ്പയുടെ പൂളൻ്റെ പിന്നെ ഒരുവിധ ഇലകളൊക്കെ ഭക്ഷിക്കും. നന്നായി മീനുകൾ കഴിക്കും. പിന്നെ അസോള വളർത്തിയിട്ട് കൊടുക്കുക. അത് മാത്രം കൊടുത്താലും വളരും, പക്ഷേ സമയം പിടിക്കും. കുറച്ച് നമ്മളിപ്പം ഒരു 4 മാസം കൊണ്ട് ആ ഗ്രോത്ത് എത്തുന്ന ഒരു സാധനം 6 മാസം പിടിക്കും. നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മളെ മീൻ 3 മാസത്തിൽ തന്നെ പിടിക്കണമെങ്കിൽ അതിനും കഴിയും. അപ്പോൾ നമ്മൾ ഹൈ പ്രോട്ടീൻ തീറ്റ, ഇപ്പം നോർമലി 1 കിലോ തീറ്റയ്ക്ക് 50 റുപ്യ വരികയാണെങ്കിൽ
ഇപ്പോൾ ഹൈ പ്രോട്ടീൻ തീറ്റ ഉണ്ട്. ഇത് വരാൽ ഹൈ വാല്യൂ ഫിഷസ് ഉണ്ട്, വരാൽ, കാളാഞ്ചി ഇതിനൊക്കെ കൊടുക്കുന്ന തീറ്റ ഉണ്ട്. ആ തീറ്റയ്ക്ക് 100 റുപ്യൻ്റെ റേഞ്ചിൽ വില പോകും. അത് കൊടുത്തു കഴിഞ്ഞാൽ മീൻ 5 മാസം കൊണ്ടാണ് മീൻ 3 മാസം കൊണ്ട് സൈസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഫീഡ് രണ്ട് നേരം മസ്റ്റായിട്ട് ഫീഡ് ചെയ്യുക. ഓവർ ഫീഡിങ് ഒരിക്കലും ചെയ്യരുത്. പക്ഷെ 2 നേരമാണ് ഒരു ദിവസം 2 നേരം കൊടുക്കുക. ഓവർ ഫീഡ് ചെയ്താൽ മീൻ ചത്തുപോകും തന്നെ പറയാം. ആൾക്കാർക്കൊക്കെ പിന്നെയും കൊടുക്കും, നമ്മൾ അറിയാത്ത ആളുകൾ. അത് ഏറ്റവും പെട്ടെന്ന് മീൻ ചാവാനുള്ള ഏറ്റവും വലിയ കാരണം അതാണ്, ഓവർ ഫീഡാണ്. അതെന്ത് വെള്ളത്തിൽ ഈ വേസ്റ്റ് അടിഞ്ഞു കൂടുമ്പോഴും ഓവറായിട്ട് ഈ കഴിക്കാത്ത തീറ്റയൊക്കെ അതിൽ കിടന്നാൽ ഇതിൽ അമോണിയ ഫോം ചെയ്യും. അമോണിയ ടോക്സിക് ആണ്, മീൻ ചത്തുപോകും. അമോണിയ ഒരു അളവിൽ കൂടിക്കഴിഞ്ഞാൽ മീൻ ചത്തുപോകും. അതുകൊണ്ട് തീറ്റ ലിമിറ്റഡ് അറിഞ്ഞിട്ട് നമ്മൾ വളർത്തുമ്പോൾ അറിയുന്നു സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടത്. ഒരു 2 ആഴ്ച കൊടുക്കുമ്പോഴേക്കും പഠിച്ചു പോകും നമ്മൾ. ഓക്കെ. അപ്പോൾ പിന്നെ അതിൽ വരുന്ന രോഗങ്ങളും കാര്യങ്ങളൊക്കെ അത് ഓവർ ഫീഡുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ. പിന്നെ ക്ലൈമറ്റ് തണുപ്പ് വരുമ്പോൾ, ഓവർ തണുപ്പ് കോട്ടൺ ഡിസീസ് പോലെ ഫംഗസ് ഒക്കെ വരും. ഈ മഴവെള്ളം കൂടുതലായിട്ട് വരുന്ന സമയത്തും അങ്ങനെ ഒരു ചാൻസും ഉണ്ട്. അങ്ങനെ രോഗം വരികയാണെങ്കിൽ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിനൊക്കെ ആൻറ്റിബയോട്ടിക്സും പിന്നെ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. മീൻ അസുഖം വന്നാൽ ട്രീറ്റ് ചെയ്ത് എല്ലാം മാറ്റിയെടുക്കാനും പറ്റും. ഓക്കെ, നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ വീട്ടിൽ എങ്ങനെ ശരിക്കും നമ്മുടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യകൃഷി നടത്താം എന്നതിനെ സംബന്ധിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ ആ ഒരു ക്യാൻവാസിനകത്തേക്ക് ഒപ്പിച്ചുകൊണ്ടാണ് ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തന്നെ മറ്റു പല വിഷയങ്ങളിലൂടെയും നമുക്ക് പോകേണ്ടതുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയത്തിലേക്ക് ഇതന്നെ നമുക്ക് അലങ്കാര മത്സ്യങ്ങൾ താല്പര്യമുള്ള ആളുകൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ എടുക്കാം. കൊമേഴ്സിൽ ഇപ്പം ചെറുതായിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കണം, ചെറിയ ചിലവിൽ ഉണ്ടാക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കുക. അതെല്ലാം വൈഡ് റേഞ്ചിൽ ചെയ്യണമെങ്കിൽ എന്താണ് പോസിബിലിറ്റി എന്ന് സാധ്യത. അങ്ങനെ ഇത് വൈഡ് ടോപ്പിക്കാണ്. മത്സ്യൻ്റെ നമ്മളെ മെയിൻ ഫുഡല്ലേ. ഓക്കെ. അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ സാറിൻ്റെ നമ്പർ ഒന്ന് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ നന്നാവും. എൻ്റെ നമ്പർ 8301919374. യെസ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് വിളിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിൽ ഇതുവരെ നമ്മുടെ കൂടെ വീട്ടിൽ വളർത്തേണ്ട ഭക്ഷ്യയോഗ്യമായ മത്സ്യകൃഷിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമം പരിപാടിയിൽ കേട്ടത്. നമ്മുടെ കൂടെ ഇതുവരെ ഉണ്ടായിരുന്നത് മുബഷിർ സാറാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം, നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.